LDFും UDFും കുറെ കാലമായിട്ട് BJP ഇവിടെ ജയിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് BJP ഇവിടെ കുറച്ച് MLA-മാരെയൊക്കെ സൃഷ്ടിക്കുകയാണെങ്കിൽ അതൊരു വലിയ തിരിച്ചടിയാകും. അത് മാത്രമല്ല, അത് BJPയുടെ ഒരു വളർച്ചയ്ക്ക് നിർണായക ഘടകമായി മാറും. തങ്ങളുടെ കുത്തക അവസാനിക്കും. ഇങ്ങനെ ഒരുപാട് ആശങ്കകൾ ഈ രണ്ട് മുന്നണികൾക്കുണ്ട്. LDFിനുണ്ട്, UDFിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പരമാവധി BJPയെ തോൽപ്പിക്കാൻ വേണ്ടി, BJPക്ക് ശക്തിയുള്ള മണ്ഡലങ്ങൾ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിക്കുന്നത് ഇവിടെ ഒരു കലാപരിപാടി പോലെ നടക്കുന്ന സംഭവമാണ്. ഇപ്പോൾ മഞ്ചേശ്വരമൊക്കെ പറയുകയാണെങ്കിൽ 1987 മുതൽ തുടർച്ചയായിട്ട് ഒരു തവണ ഒഴിച്ച് തുടർച്ചയായിട്ട് രണ്ടാം സ്ഥാനത്ത് BJP വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. അവിടെ UDF സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നത് LDFിൻ്റെ വോട്ട് കൂടി ലഭിച്ചതുകൊണ്ടാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പരസ്യമായ ഒരു രഹസ്യമാണ്. ജില്ലാ പ്രസിഡന്റ്, ഈ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് വരെ അടുത്തിടെ അത് സമ്മതിച്ചിരുന്നു. എന്തായാലും അത് ഇനിയും അങ്ങനെ തന്നെ തുടരും. ഇത്തവണയും ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പരമാവധി സ്ഥലങ്ങളിലുണ്ടാവും. കാരണം BJPയെ തോൽപ്പിക്കുക, BJP നിയമസഭയിൽ എത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ അഡ്ജസ്റ്റ്മെന്റ് ഉഡായിപ്പ് രാഷ്ട്രീയമായിട്ട് UDFിനും LDFിനും മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ.